ശ്രീജിത്ത് തിരുവല്ലയിൽ നിന്നാണ് തത്സമയം ചേരുന്നത്. ശ്രീജിത്ത്, പത്തനംതിട്ട ജില്ലയിലെ സ്ഥിതി എന്താണ്? അല്പസമയം മുൻപ് നമ്മൾ പ്രജ്നുമായി സംസാരിക്കുന്ന സമയത്ത് ശക്തമായ മഴയായിരുന്നു. ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുൻപ് തിരുവല്ലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് തോർന്നിട്ടുണ്ട്, പക്ഷേ ആകാശം കാർമേഘാവൃതം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട ജില്ലയിൽ രാവിലെ മുതൽ, ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുകയാണ്. അത് കോന്നി ആയിക്കോട്ടെ, റാന്നി ആയിക്കോട്ടെ, അട്ടത്തോട്, ലാഹ അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും ഈ ഒരു ഘട്ടത്തിലും ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് ഏറ്റവും ഒടുവിൽ അവിടുത്തെ പ്രതിനിധികളൊക്കെ തന്നെ നമുക്ക് വിവരങ്ങൾ നൽകുന്നുണ്ട്. സ്വാഭാവികമായി ജില്ലാ ഭരണകൂടം അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ NDRF സംഘത്തെ അടക്കം വേണമെങ്കിൽ ആവശ്യമെങ്കിൽ വിന്യസിക്കാം എന്ന തരത്തിലേക്ക് ചർച്ചകളൊക്കെ വന്നിരുന്നു. ആ ഒരു ടീമിനെ അവർ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. കൂടാതെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലൊരു സംഘം ഇപ്പോഴും എല്ലാത്തിനും സജ്ജമായി അവരും രംഗത്തുണ്ട്. ഡിങ്കികളടക്കം ആക്കിക്കൊണ്ട് അവരും രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അച്ചൻകോവിലാറ്റിലും പമ്പയാറ്റിലും ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ പറയുന്നുണ്ട്. ഗവി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് ആളുകൾ യാത്ര ചെയ്യുന്നത് വിലക്കി. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് തിരുവല്ലയിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്.